അങ്ങനെ ദേവയാനി വിശന്നു കുത്തി റൂമിൽ ഇരിക്കുന്നുണ്ട്. ആദർശ് അമ്മ വേണമെങ്കിൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞൊരു ദേഷ്യത്തില് ദേവേനോട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നയന പറയാണ്, ആദർശേട്ടാ നമ്മള് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ ജലജാപ്പച്ചി അമ്മയുടെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും എരിവും മുളിയും ചേർത്ത് നല്ലവണ്ണം അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എവിടം വരെ പോകുന്ന നോക്കാം, ഞാൻ ഇവിടെ ഓഫീസിലേക്ക് പോവാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ ആദർശേട്ടാ അമ്മ ഇതിന് ആഹാരം കഴിച്ചിട്ടില്ല, ഞാനോ ഇവിടെയുള്ള ആര് പറഞ്ഞാലും അമ്മ കഴിക്കില്ല, അതുകൊണ്ട് ആദർശേട്ടൻ നമ്മൾ പറഞ്ഞ് ആഹാരം കൊടുത്തിട്ട് പോയെന്ന് പറയുന്നുണ്ട്. എടി നീ കണ്ടോ, തന്നെ തന്നെ അമ്മ അടുക്കളയിൽ കയറി ആഹാരം കഴിക്കും. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയോ എന്ന് പറയുന്നുണ്ട്. എങ്കിലും ആദർശേട്ടാ അമ്മയ്ക്ക് ആഹാരം കൊടുത്തിട്ട് പോകുന്നതല്ലേ അതിന് മര്യാദ, അല്ലെങ്കിൽ ഇനി അമ്മ ഇപ്പൊ ദേഷ്യപ്പെടുമെന്ന് പറയുമ്പോ നീ ഒന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല, നീ നിന്റെ ജോലി ചെയ്യുക എന്നും പറഞ്ഞിട്ട് ആദർശ് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ഓർക്കാണ്, ഈ ആദർശിട്ട് എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്, ഇനി ഇതൊക്കെ കേട്ടാല് ആ അമ്മ പറയല്ലോ ഞാനാ എല്ലാം ആദർശിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നേന്ന്, ഈ ആദർശിട്ടൊന്ന് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ എന്ന് നയന മനസ്സിൽ ഓർക്കുന്നുണ്ട്. അങ്ങനെ നയന വീണ്ടും ലഞ്ചിനുള്ള പരിപാടിയൊക്കെ ചെയ്യാതിരിക്കും കേട്ടോ. ഇതേ സമയത്ത് തന്നെ ചെറുചെറുതായിട്ട് ദേവോട് പറയുന്നുണ്ട്, നീ എന്നെ മുമ്പ് പുറത്താക്കിയതാ, എങ്കിലും ഞാനൊരു കാര്യം പറയാം, നിന്റെ മകനെ ഓഫീസിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ദേവിയാണി ആകെപ്പാടം ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. എന്താ പറഞ്ഞേ? അല്ല, നിന്റെ മകൻ ഓഫീസിലേക്ക് പോയി എന്നാ പറഞ്ഞത്. നിന്റെ മരുമോള് പറഞ്ഞു അമ്മയ്ക്ക് ആഹാരം കൊടുത്തിട്ട് പോകാൻ. അപ്പൊ നിന്റെ മോൻ എന്താ പറഞ്ഞെന്നറിയാവോ? വേണമെങ്കിൽ വന്ന് കഴിക്കട്ടെ, നീ നിർബന്ധിക്കാൻ പോകണ്ടാന്ന്. ഇത് ഞാൻ എരിവും പുളിയും ഒന്നും ചേർത്തിട്ടില്ല, നിന്റെ മകൻ പറഞ്ഞ അതേ ഡയലോഗ് തന്നെ ഞാൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ അത്രത്തോളം ഒക്കെ ആയല്ലേ എന്റെ മകന് എന്നെ വേണ്ടതായല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജലജ പറയാണ്, അല്ലേലും അങ്ങനെയാ, പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അമ്മമാരെയൊന്നും മക്കൾക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജലജ അവിടെ ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് ദേവേനടുന്ന് കരയുന്നുണ്ട് കേട്ടോ. അതേ സമയത്ത് തന്നെ ദേവാനിക്കുള്ള ഫുഡുമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അമ്മ ഇതാ ആഹാരം കഴിക്കുമെന്ന് പറയുന്നുണ്ട്. ഇറങ്ങി പോടി എന്റെ മുമ്പിന്ന്, നീ ഒറ്റൊരുത്തി കാരണ എന്റെ മകൻ എന്നെ ഇപ്പൊ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്, നീ ഒറ്റൊരുത്തി കാരണ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മേ ഞാനൊന്ന് ചെയ്യാനാ, ഞാൻ ആവശ്യം പറഞ്ഞതാ അമ്മയ്ക്ക് ഫുഡ് തരാന്, ആവശ്യത്തിനാണ് അപ്പോഴത്തേക്കും ഓഫീസിലേക്ക് പോയെ എന്ന് പറയുന്നുണ്ട്. അല്ല എന്താ നീ വിഴുങ്ങിയത്, പറയടി, അമ്മ വേണമെങ്കിൽ ആഹാരം കഴിക്കട്ടെ എന്ന് അവൻ പറഞ്ഞില്ലേ, അതിനെല്ലാം കാരണക്കാരി നീ ഒറ്റൊരുത്തെന്ന് പറയുമ്പോഴേക്കും ഞാൻ എന്താ അമ്മ ചെയ്ത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ഓഹോ, അപ്പൊ നീ എന്റെ നേരെ സൗണ്ട് വെക്കാറോ ആയല്ലേ, ഇതൊക്കെ ഇങ്ങനെ അവൻ തന്ന കോൺഫിഡൻസ് ആയിരിക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ എന്തിനാ രാവിലെ വെറുതെ എന്റെ നേരെ ചോദിക്കാൻ വരുന്നത്, അമ്മ വെളുപ്പ് എന്നാന്ന് ചൊറിഞ്ഞോണ്ട് നിന്ന് കണ്ടിട്ടല്ലേ ആദ്യചേട്ടൻ അടുക്കളയിൽ കയറും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അമ്മ ഓരോരോ കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴല്ലേ ആദ്യചേട്ടൻ ഓരോന്ന് പറഞ്ഞത്, അമ്മ തന്നെയല്ലേ ആഹാരം കഴിക്കില്ലെന്ന് പിണങ്ങാൻ വരുന്നത്, അതിന് ആദ്യചേട്ടൻ ഞാനും എന്ത് കഴിച്ചു എന്ന് നയന ചോദിക്കുന്നുണ്ട്. എന്താടി നീ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്, അത്രമാത്രം നീ വളർന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനും ഒരു മനുഷ്യ സ്ത്രീ തന്നെയാ, എന്നോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട തിരിച്ച് ദേഷ്യപ്പെടാനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട്, അതിന് കൊട്ടാരത്തിലായാലും കുടിലായാലും എന്ന് നയന പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഇത് വേണമെങ്കിൽ അമ്മ ഇപ്പൊ കഴിക്കണം, ഇത് വേണ്ടെന്ന് പറഞ്ഞാല് ഞാനിപ്പോ കൊണ്ടുപോകും, പിന്നെ ലഞ്ചിന്റെ സമയം അമ്മയ്ക്ക് അറിയാലോ, 2 മണിയാവാതെ ഇവിടെ ഫുഡൊന്നും ആവില്ല എന്ന് പറയുന്നുണ്ട്. ഞാനേ ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ മറിച്ചൊന്നും പോകല, കൊണ്ടുപോടി ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന ഈ ഫുഡുമായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ നയനയുടെ ദേഷ്യപ്പെടലും ആദർശിന്റെ ഒറ്റപ്പെടുത്തലും എല്ലാം ദേവനിക്ക് നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവനി സങ്കടപ്പെട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നപാടെ ജയനും ബാക്കിയുള്ളവർ ഓഫീസിലേക്ക് പോയി കാണും കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്നൊരു പത്രമൊക്കെ വായിക്കുകയും ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങോട്ടേക്ക് വന്ന് ദേവയാനി ഇരിക്കുന്നുണ്ട്. അല്ല ദേവയാനി, നിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടേബിളിലേക്ക് കണ്ടില്ല, എന്ത് പറ്റി, വ്രതം വല്ല ആണോ എന്ന് ചോദിച്ച് മുത്തശ്ശി കളിയാക്കുന്നുണ്ട്. ദേവയാനി ഇപ്പൊ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നയന അടുക്കളയിൽ ഉണ്ടായിരിക്കും. നയനാണെങ്കിൽ അടുക്കളയിൽ നിന്ന് അവിടുന്ന് പാചകം തുടങ്ങിയിട്ടില്ല കേട്ടോ. അവൾ അവിടുന്ന് തുണിയൊക്കെ ഇരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് മാറിപ്പോകുന്നുണ്ട്. ഈ സമയത്ത് ദേവയാനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. ഈശ്വര, ഇനി ഇപ്പൊ അടുക്കളയിൽ പോയി കഴിച്ചാല് ആകെപ്പാട് നാണക്കേടാവുമല്ലോ എന്നൊക്കെ ഓർക്കുന്നുണ്ട്. എന്തായാലും വിശപ്പ് സഹിക്കാൻ വയ്യ, എന്തെങ്കിലും കഴിച്ചു പറ്റുള്ളൂ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി നേരെ അടുക്കളയിലേക്ക് പോവാണ്. അവിടെ പോയി നോക്കുമ്പോൾ ദോശയുടെയും ചമ്മന്തിന്റെ പാത്രമൊക്കെ കാലിയായിരിക്കും. അവിടെ ഒരു ഫുഡ് പോലും കാണില്ല കേട്ടോ. നാനിയാണെങ്കിൽ ആരും പോലും അടുപ്പത്തിട്ടിട്ടില്ല. ഇതുകൊണ്ട് ദേവയാനിക്ക് ആകെപ്പാടെ സങ്കടം ദേഷ്യം ഒക്കെ വരുന്നുണ്ട്. അവള് മുമ്പ് കൊണ്ടുവന്ന ഫുഡും അവള് കഴിച്ചു കാണും, എനിക്ക് തരാതെ എന്നൊക്കെ ദേവയാനി ഓർക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശിയും കയറി വരുന്നുണ്ട്. അല്ല ദേവയാനി, നീ എന്നെ തപ്പുന്നേ? അയ്യോ ഒന്നുമില്ല അച്ഛാ, ഞാൻ അവൾ എന്തൊക്കെ കറികൾ ഉണ്ടാക്കി എന്നൊക്കെ നോക്കുമായിരുന്നു, നമ്മുടെ ശ്രദ്ധ പറ്റിയില്ലെങ്കിൽ അവളൊന്നും ഉണ്ടാക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ ഇത്ര നാളും നീ ഒന്ന് അടുക്കളയില് ഡയറക്റ്റ് ചെയ്തിട്ടാണോ അവള് എല്ലാം ഉണ്ടാക്കിയെന്ന് ചോദിക്കാണ്. അങ്ങനെയല്ല, എങ്കിലും എന്റെ ശ്രദ്ധ ഉണ്ടെങ്കിൽ അവൾ നന്നായിട്ട് ചെയ്യല്ലോ, അതുകൊണ്ടാണ് പറയുന്നുണ്ട്. എന്തിനാ ദേവയാനി നീ കള്ളത്തരം പറയുന്നത്, ഞങ്ങൾക്കറിയാലോ നിന്റെ വിശപ്പിനെ പറ്റിയൊക്കെ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ,
നിന്റെ ആദർശമോ നിന്നെ വഴക്ക് വന്നപ്പോ നിനക്ക് ഒരുപാട് സങ്കടമായോ എന്ന് ചോദിക്കുന്നുണ്ട്. അവളൊന്നും മിണ്ടാതിരിക്കാനോ കഴിക്കണ്ടാന്ന് പറഞ്ഞിട്ട് അവളോട് ഇറങ്ങിപ്പോയപ്പോ നിനക്ക് സങ്കടമായോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നയന നിന്ന് ദേഷ്യപ്പെട്ടപ്പം അത് നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അത് നിനക്ക് സങ്കടമായോ എന്ന് ചോദിക്കുന്നുണ്ട്. ദേവയാനി എന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെയാ നയന മോളുടെ അവസ്ഥയും. നീ നിന്റെ മകനും കൂടിയിട്ട് ഇവിടെ വന്ന സമയത്തൊക്കെ എന്തുമാത്രം അവളെ ഉപദ്രവിച്ചു, എന്നിട്ടും ആ പാവം ഒന്നും മിണ്ടാതെ തന്നെ നിന്നില്ലേ? അതുപോലെ തന്നെ ദാ ഇപ്പോഴും അവൾ ഒന്നും തന്നെ മിണ്ടുന്നും പറയുന്ന ഒന്നുമില്ല അല്ലെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് നിന്നോട് ദേഷ്യപ്പെട്ടപ്പോ നിനക്ക് ഒരു ദിവസം ദേഷ്യപ്പെട്ടപ്പോ നിനക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടായി? ആ നയനോട് നീ എല്ലാ ദിവസവും ഇതുപോലെ എന്നെ ദേഷ്യപ്പെടുന്നത്. ഇന്ന് രാവിലെ തന്നെ നീ ഒരു കാര്യമില്ലാതെയാ നയനോട് ദേഷ്യപ്പെട്ടത്. അവളുടെ ആ അന്നത്തെ ദിവസത്തെ മൂട് കളയാൻ വേണ്ടിയിട്ട് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ദേവേനി ഒന്നും മിണ്ടാൻ നിൽക്കാണ്. കൊടുക്കുന്നത് മാത്രമേ ദേവേനി തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴേക്ക് നയന അങ്ങോട്ടേക്ക് വന്നിട്ട് അമ്മ ഫുഡ് ഞാൻ അമ്മയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് വന്ന് ഫുഡ് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അതെടുത്ത് ദേവേനിക്ക് കൊടുക്കുന്നുണ്ട്. എന്താ ദേവയാനി നീ ഫുഡ് കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കാണ് മുത്തശ്ശൻ. ദേവയാനി ഒന്നും മിണ്ടാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിച്ചോണം, അല്ലെ നിന്നെ ഉച്ചയ്ക്ക് പോലും ഈ ടേബിളിലേക്ക് കണ്ടേക്കരുത് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇപ്പൊ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും നീ ഫുഡ് കഴിക്കാണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി ഈ ഫുഡ് കയ്യിൽ കഴിക്കുന്നുണ്ട് കേട്ടോ. നയന പറയാണ് അമ്മയെ ദേഷ്യപ്പെട്ടെന്ന് സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ദേഷ്യപ്പെട്ടത്, സോറി എന്ന് പറയുന്നുണ്ട്. ദേവയാനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഹാളില് ഡൈനിങ് ടേബിളിൽ പോയിട്ട് ആ ഭക്ഷണം നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കാണ് എന്റെ ദേവേനി നീ കഴിക്കുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ദേവേനി ഒന്നും മിണ്ടുന്നില്ല. നയന അങ്ങോട്ടേക്ക് അടുത്തിട്ട് പറയാണ് അമ്മയെ കഴിക്കാമേ, ഞാൻ വിളമ്പിത്തരാന്ന് പറഞ്ഞിട്ട് അവളെല്ലാം വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട് സോറി, ഞാൻ നിന്നെ വഴക്കുണ്ടാക്കിയതിന് സോറി എന്ന് പറയുന്നുണ്ട്. അതൊന്നും സാരില്ലമ്മേ, ഈ വീട്ടിൽ വന്നപ്പോ തൊട്ട് എനിക്ക് അതൊക്കെ ശീല. ഇപ്പൊ 1 വർഷമായില്ലേ, അന്ന് ആദർശിന്റെ ഒന്ന് വഴക്ക് പറയായിരുന്നു, ഇപ്പൊ ആദർശിന്റെ എന്തായാലും കേൾക്കുന്നില്ല, അത് തന്നെ വലിയ സമാധാനം എന്ന് പറയുന്നുണ്ട്. എന്നാലും അമ്മ ആഹാരം കഴിക്കുക, എനിക്ക് അമ്മയോട് യാതൊരു വിരോധം യാതൊരു ദേഷ്യവും ഒന്നുമില്ല. എന്റെ ആദർശന്റെ അമ്മ എനിക്കിന്ന് സ്വന്തം അമ്മയെ പോലെ തന്നെയല്ലേ, അതുകൊണ്ട് അമ്മ ഒരു കാരണവശാലും വിഷമിക്കണ്ട, അമ്മ ഈ ആഹാരം കഴിക്കുന്നു പറഞ്ഞിട്ട് നയന വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി ആഹാരം അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ആദർശ് തന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അല്ല എന്തായി അമ്മ ഒന്ന് ആഹാരം കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ വന്നു അടുക്കള വന്നിട്ട് കുറെ ചീത്തയൊക്കെ പറയാൻ വന്നാ. ഈ സമയത്ത് മുത്തശ്ശിന്റെ മുമ്പിൽ തന്നെ പോയി പെട്ടു. അങ്ങനെ മുത്തശ്ശിനെ കുറെ ഉപദേശിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അമ്മ എന്നോട് സോറി പറഞ്ഞു ദേഷ്യപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാന് മുത്തശ്ശിനെ പറഞ്ഞ് നേപ്പിച്ചിട്ട് വന്നതാ, എനിക്കറിയാമായിരുന്നു അമ്മ വിശക്കുമ്പോ താഴേക്ക് വരുമെന്ന്. ആ സമയത്ത് പറയാൻ വേണ്ടിയിട്ട് അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തതാന്നൊക്കെ പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ ആദർശിന്റെ പക്ക പ്ലാനിങ് ആണല്ലേന്ന് ആ നയന ചോദിക്കാണ്. അതെ, നിന്നെ വഴക്ക് പറയുമ്പോ നിനക്കൊണ്ടാകുന്ന വിഷമം എന്താണെന്ന് അമ്മയെ മനസ്സിലാക്കണം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് എന്ന് ദേവേനി ആദർശ് നയനോട് പറയുന്നുണ്ട്. എന്തായാലും ഇത് കൊള്ളാം, ഏറ്റവും ആദർശിട്ട എന്ന് പറഞ്ഞ് നയനങ്ങനെ ചിരിക്കാണ് കേട്ടോ. അല്ല രാത്രി നിനക്ക് എന്താ മേടിച്ചു വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ വേണ്ട ആവശ്യമായിട്ടെന്ന് നയന പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് അടുത്ത പാട്ടം അടുത്തൊരു അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.